സുഹൃത്തുക്കളെ, തിരുവനന്തപുരം LDC എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 5 ചോദ്യങ്ങളാണ് ക്യാൻസലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഉത്തരം ചേഞ്ചായി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണെന്നുള്ള ചോദ്യം ക്യാൻസലാക്കിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ള ചോദ്യം, അതിൻ്റെ ഉത്തരം മാറി വന്നതാണ്, ചേഞ്ചായി വന്നതാണ്. ഉത്തരം വരുന്നത് C ആണ് വരുന്നത്, അതായത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ്. അതുപോലെ നമ്മുടെ IT കൂട്ടത്തിൽ ചേരാത്തത് ഏത് കണ്ടെത്തുക എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പ്രാഥമിക ആൻസർ കീയിൽ C ഓപ്ഷനായിരുന്നു ഉത്തരമായിട്ട് നൽകിയിരുന്നത്. ഇതിപ്പോൾ ക്യാൻസലാക്കിയിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള ചോദ്യം പ്രാഥമിക ആൻസർ കീയിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു കൊടുത്തത്. അതിപ്പോൾ ക്യാൻസലായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ കണക്കിലെ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ചോദ്യം, ഇതും ക്യാൻസലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുന്നിൽ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണ് 48ാമത്തെ ചോദ്യം, കോഡിൽ ഇന്ത്യയിലെ 0 കാർബണായ നഗരം ഏതെന്നുള്ളത്. അതും PSC ആൻസർ ക്യാൻസലായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ നല്ലൊരു ശതമാനം മാർക്കാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ 5 മാർക്ക്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കുന്ന മുഴുവൻ പേർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഒരു കട്ട് ഓഫ് പറഞ്ഞിരുന്നത് 60നും 65നും ഇടയ്ക്കുമായിരുന്നു നമ്മളൊരു സേഫ് സോണായിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 60നും 65നും ഇടയിൽ നിന്നുള്ള കട്ട് ഓഫ് നല്ല രീതിക്ക് താഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 60 മാർക്ക് കട്ട് ഓഫ് വരിക. ഏറ്റവും താഴെ വരെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 56, 55 റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതായത് ഒരു 56നും 60നും ഇടയിൽ കട്ട് ഓഫ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ക്യാൻസൽ ആയതുകൊണ്ട് വളരെയധികം ഉദ്യോഗാർത്ഥികളുടെ മാർക്കാണ് കുറഞ്ഞു വരുന്നത്. ഈ മനോഭാവം ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന വളരെയധികം ചതിയാണ്. കാരണം അത്രയും പാടുപെട്ടിട്ടാണ് നമ്മൾ ഓരോ ആൻസറും എഴുതുന്നത്. അത്രയും സമയം നമുക്ക് നഷ്ടമാണ് ഇങ്ങനെ ക്യാൻസലായി പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ആൻസറുകൾ എഴുതാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ആ ടൈം ലാഭമായി ഇട്ടിരിക്കുകയാണ്. വളരെ പ്രശ്നമാണ് ഇതിലൂടെ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് അത് വീട്ടിലോ സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് 60 മാർക്കുണ്ട് അല്ലെങ്കിൽ 62 മാർക്കുണ്ടെന്ന് പറഞ്ഞ് ഫൈനൽ കീ വരുന്ന സമയത്ത് കുത്തനെ കുറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരു 5 മാർക്ക് പോകുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇടിവാണ്. 1 2 മാർക്ക് പോകുന്നത് തന്നെ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കാരണം നമുക്കറിയാം 0.33 മാർക്കിന് തന്നെ നമ്മൾ 100 ആളെയും അല്ലെങ്കിൽ 50 ആളെയും ഒക്കെ ബാക്കിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ കോമ്പറ്റിറ്റീവ് എക്സാമുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ PSC ഈ കാര്യം നിർത്തുന്നതല്ല. ഇപ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോൾ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് എത്ര ചോദ്യങ്ങളാണ്? ഒരു എക്സാമിന് തന്നെ 16 ചോദ്യങ്ങളും അതുപോലെ തന്നെ 8ഉം 7ഉം ഉത്തരങ്ങളാണ് തിരുത്തിയും ക്യാൻസലായും ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ PSCയിലേക്ക് വരുന്നത് തന്നെ കുറയുന്നതിനുള്ള കാരണം PSCയുടെ ഈ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളാണ്. ഒരു 100 ചോദ്യം നേരാവണ്ണം ഇടാൻ പറ്റാത്ത ഇവരെന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഇതിൽ നന്നായിട്ട് നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ PSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകൾ അടിപൊളിയായിട്ട് 100 ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതാണ്. PSCയിൽ ഇത്രയും ലക്ഷം ശമ്പളം കൊടുത്ത് ആൾക്കാരെ ഇരുത്തിയിട്ട് മര്യാദയ്ക്കൊന്ന് ക്വസ്റ്റ്യൻ ഇടാൻ പോലും അറിയില്ല. അതുപോലെ തന്നെ ഇവർക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും സമയമില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു കൗൺസിലും ഇതിലും ഇത്രയും ആളുകളും? നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു ഉദ്യോഗാർത്ഥികളെ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.